ചിറ്റിലപ്പള്ളി എം.എൽ.എയുടെ ജനവഞ്ചനയ്ക്കെതിരെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് പി.ജി. ജയദീപ് നയിക്കുന്ന കുറ്റവിചാരണയാത്ര 8, 9, 10 തീയതികളിൽ നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അറിയിച്ചു. നാളെ വൈകിട്ട് 6-ന് തിരൂർ സെന്ററിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിക്കും. 10-ന് വൈകിട്ട് 6-ന് ഓട്ടുപാറയിൽ സമാപന പൊതുയോഗം എക്സ്-MLA അനിൽ അക്കര ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ K. അജിത് കുമാർ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P.G. ജയദീപ് എന്നിവർ പങ്കെടുത്തു. ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി MLA ശ്രീധരൻ ചിറ്റിലപ്പള്ളിയുടെ ജനവഞ്ചന അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നതാണ്. കഴിഞ്ഞ 5 വർഷം മുന്നേ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ പരത്തിയാണ് അദ്ദേഹത്തിന് പറഞ്ഞത്. ലൈഫ് മിഷൻ ഫ്ലാറ്റ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വീട് ലഭിക്കുന്നതിന് വേണ്ടി വിദേശത്തു നിന്നും പണം കണ്ടെത്തി 20 കോടിയോളം രൂപ കണ്ടെത്തി അതിൽ തന്നെ ആ സംഘാടകർ തന്നെ 9 കോടിയോളം രൂപ കമ്മീഷനായിട്ട് അത് തട്ടിയെടുത്തിരിക്കുകയാണ്. ആ സംഭവം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ കൂട്ടാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ആ സംഭവം പുറത്തു വന്നത്. അത് ആ കുറ്റക്കാരായ ആളുകളെ എതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ MLA ആയിരുന്ന അനിലക്കര ഇത് ഏറ്റെടുക്കുകയും ശക്തമായ സമരപരിപാടികളും അത് ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടായി. സേവ്യർ ചിറ്റിലപ്പള്ളി കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടുന്ന് MLA ആയി. അദ്ദേഹം MLA ആയ സമയത്ത് ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ജാഥയിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ പ്രകടന പത്രികയിൽ പറഞ്ഞ എന്ത് കാര്യമാണ് സേവ്യർ ചിറ്റിലപ്പള്ളി ഇവിടെ നടത്തിയത്? അദ്ദേഹം ഇങ്ങനെ 3 മണിക്കൂർ LP സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോയാലും വികസന പ്രവർത്തനം നടത്തുന്നതിൻ്റെ തള്ളൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിൽ അദ്ദേഹം പൂർണ്ണമായി ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി പറയാൻ പറ്റും. ഇപ്പോൾ മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ CN ബാലകൃഷ്ണൻ്റെ അടുത്ത് അനിലക്കര ഉള്ളപ്പോഴും ബഡ്ജറ്റിൽ വെച്ച് തുടങ്ങി വെച്ച പദ്ധതികളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 4 വരിപ്പാതയാക്കുന്നത് CN ബാലകൃഷ്ണൻ്റെ കാലത്ത് തുടങ്ങി വെച്ച് അത് തുടർ പദ്ധതിയാണ്, അതൊരു പുതിയ പദ്ധതിയല്ല. ഇപ്പോൾ 2 or 3 സ്കൂളിലെ കെട്ടിടങ്ങളും ഒരു ഫോറസ്റ്റിൻ്റെ കെട്ടിടവും അതുപോലെ തന്നെ കൃഷിഭവനിലെ കെട്ടിടമൊക്കെയാണ് ഇപ്പോൾ സേവ്യർ ചിറ്റിലപ്പള്ളി വന്നതിന് ശേഷം സ്ഥായിയായ. നമ്മുടെ വടക്കാഞ്ചേരി ബൈപ്പാസ് എവിടെ പോയി? തൂമാനം ടൂറിസം പദ്ധതി വലിയ രീതിയിൽ പ്രഖ്യാപിച്ചു, എവിടെ പോയി? ഇപ്പോൾ മറ്റേ വാഴാനി ടൂറിസം കോറിഡോർ റോഡ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA വന്നപ്പോൾ തുടങ്ങി വെച്ചതല്ല, അത് AC മൊയ്തീൻ്റെ കാലത്ത് തുടങ്ങി വെച്ച് പിന്നെ അതിൻ്റെ തുടർ പദ്ധതിയായി CN ബാലകൃഷ്ണൻ അതുപോലെ അനിലക്കര അതൊക്കെ മാറി മാറി വന്ന ആളുകളുടെ ശ്രമഫലമായിട്ടാണ് അത് പൂർത്തീകരിച്ചത്.